കാല് വയ്യാത്തോണ്ടൊന്നും സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. ഞാൻ മോളെ ഒറ്റയ്ക്കാ പോയത്. പക്ഷെ സുജിമയ്ക്ക് നോക്കി ആ കേറ്റണത് ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോ ഉണ്ടാവണ സുഖം. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നാളെ. ചേച്ചി ഇല്ലാഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ബസ്സില്? ഫ്രണ്ട്സ്, ഞങ്ങള് ദിയമോളെ കൊണ്ടുവരാൻ പോവാണ് കേട്ടോ. അവൻ ഭയങ്കര മഴയാണ് കേട്ടോ, അതുകൊണ്ട് ഞങ്ങള് കാറിനാണ് വന്നത്. ഞങ്ങള് വെയിറ്റ് ചെയ്തോണ്ട് എടുക്കുന്നുണ്ടപ്പോ പപ്പ ചോദിച്ചു ഞങ്ങളോട് വരുന്നോന്ന് ഞങ്ങള് കേറി. ദേവുന് കാല് വയ്യാത്തോണ്ടൊന്നും സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. ദിയമോളെ ഒറ്റയ്ക്കാ പോയത്. പിന്നെ ആദിമോനും ഉണ്ട്. അപ്പൊ ഭയങ്കര മഴയാണ് ഇവിടെ. ഉച്ചവരെ ഭയങ്കര വെയിലായിരുന്നു. അപ്പൊ ഞങ്ങള് വെയില് കണ്ടപ്പോ വിചാരിച്ചു ഭയങ്കര ഇഷ്ടം ബസ് ഇറക്കണം. ഞാന് ആ സ്കൂളത്തെ ഒരു കുട്ടിയാണല്ലോ, ആ കുട്ടി പുറത്ത് ഡ്രസ് ഇട്ടിരിക്കുമ്പോ ഒരു പ്രത്യേക രസമാണ്. ഫ്രണ്ട്സ്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഡോക്ടറിനെ കാണിക്കണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് എനിക്ക് സൂചി കൊണ്ടൊന്ന് കയറ്റിയപ്പോ പേടിയില്ലായിരുന്നു. പക്ഷെ അമ്മ ദേവുന്റെ 2 കൈമേലും കുത്തിയില്ലേ ഇഞ്ചക്ഷൻ? എന്റെ 2 കൈയിലും. ഇവിടുന്ന് ബ്ലഡ് കിട്ടിയില്ല, ഇവിടെ നിന്നാണ് അപ്പൊ എടുത്തത് ബ്ലഡ്. ദേവുണ്ടല്ലോ ബ്ലഡ് എടുത്തപ്പോ സൂചിമയ്ക്ക് എന്നെ നോക്കിക്ക. അല്ല, പിന്നെ കണ്ണടച്ചിരിക്കണം. എനിക്ക് കണ്ണടച്ചെന്നാണോ പ്രശ്നം? ആണോ? സൂചിമയ്ക്ക് നോക്കിക്കോ, ഞാൻ നോക്കൂല. അങ്ങനെ കേറ്റണത് ഇങ്ങനെ കാണണം, ഒരു പ്രത്യേക ഒരു ഇതാണ്. അമ്മക്ക് പേടിയാ? ഭയങ്കര പേടി. ഇതാന്ന് തോന്നുന്നു എന്റെ വെയിൻ കിട്ടുന്ന സ്ഥലം. ദേവുനെ പിടിച്ചോ. ആണോ? നാളെ വന്നപ്പോ ആദ്യം ഞാനോ? അയ്യോ, അമ്മ ഇങ്ങനെ ഇങ്ങനെ എനിക്ക് ആ സൂചിമയ്ക്ക് നോക്കിയില്ലെങ്കിലാണ് പേടിയാവുക. പെട്ടെന്ന് കുത്തുമ്പോ ഞാൻ പേടിച്ചു. പക്ഷെ സൂചിമയ്ക്ക് നോക്കി ആ കേറ്റണത് ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോ ഉണ്ടാവണ സുഖം. എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും പോസിറ്റീവാണ് ഗൈസ്. എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ഇവർക്ക് 2 പേർക്കും സംശയം ഉണ്ടായത്. അമ്മ ബി പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അമ്മ ബി പോസിറ്റീവ് ആണ്, പപ്പ ഓ പോസിറ്റീവ് ആണ്. അമ്മ ബി പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. പപ്പ ഓ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എ ബി പോസിറ്റീവ് ആണെങ്കിൽ അപ്പൊ അങ്ങനെ ആവില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നാലും ചെറിയൊരു സംശയം ഓപ്പോസിറ്റീവ് ആവുന്നായിരുന്നു എന്റേത്. പക്ഷെ ശരിക്കും ഓപ്പോസിറ്റീവ് ആണ്. അതെ, ഇന്ന് ഗ്രൂപ്പ് നോക്കി, ബ്ലഡ് ഗ്രൂപ്പ് നോക്കി ദേവുന്റെ. അപ്പം ഓപ്പോസിറ്റീവ് ആണ്. ഒരു തീരുമാനം. ദിയമോളും ഓപ്പോസിറ്റീവ് ആണ്. ഓപ്പോസിറ്റീവ്, പപ്പയും ഓപ്പോസിറ്റീവ് ആണ്. ഞാൻ മാത്രം ബി പോസിറ്റീവ്. മോൺസ്റ്റർ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നാളെ. ഫ്രണ്ട്സ്, ഞങ്ങൾ എങ്ങനെ പിള്ളേരെ ഇറക്കും ഈ മഴയത്ത് ഞങ്ങൾ ആലോചിക്കുന്നത്. ഒരു കൊടയില്ല. അതുകൊണ്ടോ? ഒരു കൊട കയ്യിലും ഒരു കൊട അപ്പുറത്തെ കയ്യിലും. ഞാനും ഇറങ്ങാം. ചേട്ടാ, ഈ വണ്ടി മുന്നോട്ട് പോകണ്ടല്ലോ. ഫ്രണ്ട്സ്, ഞാനും പുറത്തേക്ക് ഇറങ്ങിട്ടോ.
വെള്ളം വന്നപ്പോഴേ അടിയിൽ മണ്ണ് വെച്ചു അത് ഈ വെക്കുമ്പോ അങ്ങനത്തെ മണ്ണ് വെക്കുന്നത്. ആ ആ ഭയങ്കര ശക്തി കേട്ടോ അതിമോന് അമ്മന്റെ കൂടെ പഞ്ച് പിടിച്ചാണ് അവനെ കയ്യെ വിളിച്ചു പോയി. അന്റെ കൈക്കൊന്നും പറ്റിയില്ലല്ലോ. ആദിമോന് ഇപ്പൊ എന്താ പറഞ്ഞേ? അപ്പൊ എന്താ പറഞ്ഞ ശക്തിയാണ് പറഞ്ഞു. ഇടി കെട്ടുന്നുണ്ട്. ബസ്സിക്ക് കയറിയപ്പോ മഴ ഉണ്ടേന്നോ ഞാൻ ഇല്ലേ? അത് കൊണ്ടോ മഴ കൊണ്ടോ? എന്നാ ചേച്ചി ഇല്ലാഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ബസ്സില്? ഇറങ്ങല്ലേ വാവേ? ആ ഓക്കെ ടാറ്റ സീ യു. നമുക്ക് കാണാം, നാളെ കാണാം. എന്താ പേടിയാണ് മൈലാഞ്ചി ചട്ടി കൊടുത്തു. അമ്മ ഇട്ട് കൊടുത്ത കൂതറ മൈലാഞ്ചി ഇതൊക്കെ ഇതിനി 2 ദിവസം ഇവിടെ കഴിഞ്ഞാൽ കറുത്തിരിക്കും. ഇതന്നെ ഓക്കിട്ട് തന്നെ അതിന് ഒരു ദിവസം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അത് ഒരു സൈഡ് പോയിട്ടില്ല. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പം ഇനി ഇപ്പോൾ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.